ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവരൊക്കെ പലതരം സാലഡുകൾ പരീക്ഷിക്കാറുണ്ടാവും അല്ലേ? അപ്പോൾ ഇതുപോലൊരു സാലഡ് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വയറ് നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും. 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിതുപോലെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കുക്കുംബർ, 1 ക്യാരറ്റ്, 1 സവാള എല്ലാം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും 1 ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഞാൻ ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എഗ്ലെസ് മയോണൈസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് ഞാൻ ചേർക്കുന്നത്. വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ള മയോണൈസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വയറും ഫില്ലാവും, നല്ലൊരു ഹെൽത്തി സാലഡും ആയി. ഹെൽത്തി ഡയറ്റൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്